ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇനി നിൽക്കുന്നത് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിലാണ്. ഗുജറാത്തിനെ സംബന്ധിച്ച് ഏറ്റവും മഹത്തായ ഒരു പ്ലേസ് അതാണ് ദ ഗ്രേറ്റ് റാൻ ഓഫ് കച്ച്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഉപ്പുപാടമായാണ് കച്ച് അറിയപ്പെടുന്നത്. ഗുജറാത്തിലെ കച്ച് ജില്ലയിൽ താർ മരുഭൂമിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖലയാണിത്. റാൻ എന്നാൽ മരുഭൂമി എന്നാണ് അർത്ഥം. ഇവിടെ ജീവിക്കുന്നവരെ കച്ചികൾ എന്നാണ് അറിയപ്പെടുന്നത്. ഏകദേശം 30,000 സ്ക്വയർ കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്ന ഇവിടം വൈറ്റ് ഡെസേർട്ട് എന്നും അറിയപ്പെടുന്നു. മഴക്കാലത്താണ് വരുന്നതെങ്കിൽ ഉപ്പ് പോയിട്ട് സാധാ മണൽ പോലും കാണാൻ പറ്റില്ല. മഴക്കാലത്ത് കടലിൽ നിന്ന് ഇവിടേക്ക് ഉപ്പുവെള്ളം കയറുന്നു. വേനൽക്കാലമാകുമ്പോൾ അത് ഉണങ്ങി ഉപ്പ് മാത്രമായിട്ട് മാറുന്നു. ഇതാണ് ഉപ്പ് മരുഭൂമി ഉണ്ടാകുന്നതിൻ്റെ കാരണം. അപ്ലോഡ് ചെയ്യുന്നത് വൈകിയാണെങ്കിലും ഞങ്ങൾ ഇവിടെ എത്തിയത് 2023 ഡിസംബർ 24-നാണ്, അതായത് ക്രിസ്മസ് ടൈം. സ്റ്റേ ഒക്കെ ഞങ്ങൾ നേരത്തെ പ്രീ ബുക്ക് ചെയ്തിരുന്നു. ഒരു ട്രഡീഷണൽ വൈബായിരുന്നു എനിക്ക് ഇവിടെ എത്തിയപ്പോൾ തന്നെ കിട്ടിയിരുന്നത്. ഇതാണ് ഇവരുടെ ലിവിംഗ് റൂം. ഏതൊരു സ്ഥലത്തിൻ്റെയും ഭംഗി ഒളിഞ്ഞു കിടക്കുന്നത് വില്ലേജുകളിലായിരിക്കും. ഗുജറാത്തിൽ എന്നെ ഏറ്റവും ആകർഷിച്ച ഒരിടം അതാണ് കച്ച്. ഇതാണ് കുദീർ ക്രാഫ്റ്റ് വില്ലേജ്. നമ്മൾ ഇവിടെയാണ് നിന്നത്. ഇവിടെ 2 ടൈപ്പ് ഇതുണ്ട്. ഒന്ന് കോട്ടേജും പിന്നെ ഒന്ന് ബൂക്ക, അങ്ങനെ എന്തോ പറഞ്ഞു. വന്നപ്പോൾ തന്നെ അത് എടുത്തു വെച്ചിട്ടുണ്ട്. അതൊരു ഹട്ട് പോലെ. മറ്റേത് നമ്മളെ സാധാ ഒരു ക്വാർട്ടേഴ്സ് ഒക്കെ പോലെ ഒരു സെക്ഷനിൽ തന്നെ ഒരു 3 ഇത് കാണും. ഈ ഭുങ്കകളും കോട്ടേജുകളും ട്രഡീഷണലി ടച്ച് ആണെങ്കിലും ഏത് സീസണിലും നമുക്ക് യൂസ് ചെയ്യാം. ഈ ഭുഗ എന്ന് പറയുന്നത് റൗണ്ട് ഷേപ്പാണ്. ഇവിടുത്തെ ചുമരിലെ ഇന്റീരിയർ വർക്കൊക്കെ മിററും മഡും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരുപാട് ലോക്കൽ പെയിന്റിങ്സും നമുക്കിവിടെ കാണാൻ പറ്റും. സീലിംഗ് പാച്ച് വർക്കൊക്കെ മേക്കോർ ഫാമിലിയിൽ വരുന്ന കരകൗശല വിദഗ്ധർ നിർമ്മിച്ചതാണ്. പുറത്തുനിന്ന് കാണുമ്പോൾ ഇങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. ഇതെല്ലാം തന്നെ പുല്ലും മഡ് പ്ലാസ്റ്ററും കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം റൂമുകളാണ്. ഇവിടുത്തെ കാഴ്ചകളെന്ന് പറയുന്നത് തന്നെ സൺറൈസും സൺസെറ്റും ഫുൾ മൂണും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ സൺറൈസ് കാണാൻ വേണ്ടി പോയി. ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ തന്നെ കന്നുകാലി വളർത്തലൊക്കെയാണ്. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇവിടെയുള്ള ഓരോരുത്തരുടെയും ജീവിത രീതി കണ്ടപ്പോൾ ഏകദേശം അതുപോലെയാണെന്ന് എനിക്ക് തോന്നി. സൺറൈസ് കാണാൻ ഒരുപാട് പേര് എത്തിയിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് വ്യൂ പോയിന്റ്. ഇവിടെ നിന്ന് നമുക്ക് ഈ വൈറ്റ് ഡെസേർട്ടിൻ്റെ ഒരു നല്ലൊരു വ്യൂ കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. രാവിലെയും രാത്രിയും ഇവിടെ നല്ല തണുപ്പായിരിക്കും. പക്ഷെ വരണമെങ്കിൽ രാവിലെ വരാൻ പറ്റില്ല എന്ന് വെച്ചാല് നല്ല ഫോട്ടോയും കിട്ടും. രാവിലെയാണ് ഈ സൺറൈസ് വരുമ്പോൾ നല്ല ഫോട്ടോസ് കിട്ടുന്നത്. ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്ക് നല്ല വെയിൽ, ഉച്ചയ്ക്ക് നല്ല മൊത്തം വെയിലായിരിക്കും. അപ്പോൾ കണ്ണുപോലും കാണാൻ പറ്റില്ലെന്നാണ് പറയുന്നത് ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ. പക്ഷെ കുറച്ചും കൂടെ ആ ഒരു മഞ്ഞക്കപ്പ് ഇത് ഉച്ചയ്ക്ക് വരുമ്പോൾ വെയിലും ആകാശവും വെള്ളത്തായിരിക്കും, ഇതും വെള്ളമായിരിക്കും. രണ്ടും കൂടെ കണ്ണു കാണാൻ പറ്റില്ല. കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ സ്റ്റേയിലോട്ട് വന്നു.
ഇതാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റുകൾ ഇവർ തരുന്നത്. ബ്രെഡുണ്ട്, ബട്ടറുണ്ട്, പിന്നെ ജാം ഉണ്ട്, അരിഞ്ഞായിട്ടില്ല. പിന്നെ ഇത് വന്നിട്ട് റൊട്ടിയല്ല, മീത്തിയുടെ പറാത്തയാണെന്ന്. പിന്നെ 2 ടൈപ്പ് അച്ചാറ് അതിൻ്റെ കൂടെ കഴിക്കാൻ, പിന്നെ തൈര്, പിന്നെ ഉപ്പുമ, പിന്നെ ചായ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ബുക ചെക്കൗട്ട് ചെയ്ത് കോട്ടേജിലോട്ട് മാറണമായിരുന്നു. 2 ദിവസം ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടും അവരോട് ചോദിച്ചു വാങ്ങി. ഇതാണ് ഇവിടുത്തെ മറ്റു പ്രത്യേകത, കോട്ടേജുകൾ. മറ്റേതുപോലെ തന്നെയാണ് ഇതും. മറ്റേത് റൗണ്ട്, ഇത് സ്ക്വയർ, അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ബാക്കിയുള്ള മിറർ വർക്ക്സും പെയിൻറ്റിങ്സും ഒക്കെ ഇവിടെയുമുണ്ട്. ഇതൊരു സെക്ഷനാണ്, ഇതിന് പറയുന്ന കോട്ടേജ് എന്നാണ്. ഇതിലും ഇവിടെ തന്നെ 1, 2, 3 ഇത് വരും. ഇതൊരു സ്ക്വയർ ടൈപ്പാണ്. പിന്നെ അല്ലാതെ ബുക എന്ന് പറഞ്ഞ് വേറൊരു മോഡലുണ്ട്, അതൊരു ഹട്ട് ടൈപ്പാണ്. ബുഗയുടെ റേറ്റ് വരുമ്പോഴത്തേക്കും 4,500, ഇതും 4,000 രൂപയായിരിക്കും. പിന്നെ നമ്മുടെ വൈറ്റ് റാനിൻ്റെ അടുത്ത് തന്നെ കുറേ റിസോർട്ടും ഉണ്ട്. പിന്നെ ടെൻറ്റ് സിറ്റി എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അതിൽ ടെൻറ്റ് സിറ്റിയുടെ റേറ്റ് വന്നിട്ട് 10,000 പ്ലസ് എന്തോ ആണ്. പക്ഷേ ഞാൻ അതിൽ കണ്ടപ്പം അത് ടെൻറ്റ് മാതിരിയാണ് അത് ഓരോ ഇതും. പക്ഷേ അവിടെ കുറച്ചും കൂടെ അവർ തന്നെ കുറേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മറ്റേ ഇവരുടെ തന്നെ കൾച്ചർ, അത് ആ ഒരു രീതിയിലുള്ള പല കാര്യങ്ങളും. അപ്പോൾ പിന്നെ നമുക്ക് പുറത്തൊന്നും പോയി കാണേണ്ട ആവശ്യമില്ല. അതാണ് അവിടെ കുറച്ച്. പിന്നെ ഈ ഒരു സീസൺ ആകുമ്പോൾ കുറച്ചും കൂടെ റേറ്റ് കൂടും. അപ്പം നമുക്ക് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെങ്കിൽ ഇതുപോലുള്ള ഇത് അത്യാവശ്യം നല്ലൊരു ഇതാണ്, നീറ്റാണ്, എല്ലാം നീറ്റാണ്. അത് പിന്നെ ഇവിടെ നിന്നൊരു 18-20 കിലോമീറ്റർ ഉണ്ട് റാനിലോട്ട്. പിന്നെ എനിക്ക് അവിടെയും ഇവിടെ അങ്ങനെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, കിലോമീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ നിന്ന് ഒരു 18 കിലോമീറ്റർ കുറച്ച് ഓടേണ്ടി വരും. അവിടെ ആകുമ്പോൾ അടുത്തുനിന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് ചെല്ലാത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തോട്ട് പോകുന്നതോറും റേറ്റ് കൂടും, അതാണൊരു ഇത്. പിന്നെ സീസൺ ആകുമ്പോൾ റേറ്റ് ഉണ്ടാവും. നമ്മളിപ്പം ഇതിൻ്റെ സീസൺ വരുന്നത് ശരിക്കും ഡിസംബർ, ജനുവരി ആ ഒരു ഇതാണ്. പിന്നെ ഒരു നവംബർ തൊട്ട് തുടങ്ങും, നവംബർ ടു ഫെബ്രുവരി വരെ ഉണ്ട്. പക്ഷേ അത് ആ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും റേറ്റ് കുറവായിരിക്കും. ആ മിഡിൽ വരുമ്പോഴത്തേക്കും നല്ല റേറ്റ് ആയിരിക്കും. പിന്നെ ഇതാണ് ബുക എന്ന് പറയുന്നത്. ഇതിന് ഒരു 500 രൂപ എക്സ്ട്രാ കൊടുക്കണം. രണ്ടും സെയിം തന്നെയാണ്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത് കോട്ടേജ് ആണ് കേട്ടോ. ബുക എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ടൊരു ഹട്ടാണ്. പക്ഷേ എനിക്ക് കോട്ടേജാണ് കുറച്ചും കൂടെ, എനിക്ക് റേറ്റ് 500 രൂപ കുറവാണെങ്കിൽ അതാണ് കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. ഇവരിപ്പോഴും ഇവരുടെ ഒരു പണ്ടത്തെ രീതിയിൽ ആ ഒരു സ്റ്റൈൽ തന്നെയാണ് കേട്ടോ ഇവിടെയൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫുള്ളൊരു ചെളിക്കെട്ടാണ് മൊത്തത്തിൽ. ഈ തറ വരെ സെയിം ചെളിക്കെട്ടാണ്. എനിക്കൊണ്ട് ഇത് ചാണകം കൊണ്ടുണ്ട്, രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിന് തണുപ്പാണ്. ഇവിടെ AC റൂമും ഉണ്ട്, അതിന് എക്സ്ട്രാ പൈസ കൊടുക്കണം. പക്ഷേ AC ആവശ്യമില്ല. കാരണം വെച്ചാൽ രാവിലെ തൊട്ട് ഒരു 12 മണി വരെയും തണുപ്പാണ്. അത് കഴിഞ്ഞ് ഒരു 3 മണി തൊട്ട് വീണ്ടും തണുപ്പാണ്. മൊത്തത്തിൽ ഇവിടെ തണുപ്പാണ്. ഈ വെയിൽ ഉണ്ടെങ്കിലും ഞാൻ ഇപ്പോൾ തണുത്താണ് ഇരിക്കുന്നത്. മൊത്തം ഇപ്പോഴാണ് സത്യം ചെറുതായിട്ടൊന്ന് വെയിൽ കൊണ്ടത്. ഈവനിങ് ഒരു 4 മണിയായപ്പോൾ നമ്മൾ വീണ്ടും വൈറ്റ് ഡെസേർട്ടിലോട്ട് പോയി. ഞാൻ പറഞ്ഞില്ലേ, ആകപ്പാടെ ഇവിടെ കാണാമെന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ വേറൊരു വൈബാണ് ഇവിടെ വരുമ്പോഴത്തേക്കും. രാവിലെ നമ്മൾ വന്നിരുന്നു സൺറൈസിൻ്റെ ഫോട്ടോസ് എടുക്കാൻ. സാധാരണ ഇവിടെ സൺറൈസും സൺസെറ്റുമാണ് നമുക്ക് അപ്പോഴേ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഉച്ച ടൈമിൽ വരുന്നവരുണ്ട്, ബട്ട് ഫുൾ വെയിലായതുകൊണ്ട് നമുക്ക് കണ്ണ് കാണാൻ പറ്റില്ല. സൺറൈസ് സൺസെറ്റ് ഒക്കെ ഒരു സാധാ വെയിലേ കാണത്തുള്ളൂ. അപ്പം ഫോട്ടോസും അടിപൊളിയായിരിക്കും, നമുക്കെല്ലാം കാണാനും പറ്റും. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത രാത്രിയാണ്. രാത്രിയിൽ ഫുൾ മൂൺ, ആ ഒരു ടൈമും ഫോട്ടോസ് എടുത്ത് അടിപൊളിയായിരിക്കുന്നതെന്ന് പറയപ്പെടുന്നത്. ഇവിടെ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് എൻഡില്ല സത്യം പറഞ്ഞാൽ. എവിടം വരെ വേണമെങ്കിലും നമുക്കിങ്ങനെ നടന്നു പോകാം, അത്രത്തോളം ഇതുണ്ട്. ഇവിടെയൊക്കെ നോക്കിയാൽ കാണാം, ഇതൊക്കെ ഈ ഇന്നലെ ക്രിസ്മസ് ആയിരുന്നു, ക്രിസ്മസിൻ്റെ ആഘോഷമൊക്കെ നടന്നുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ കിടക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെയൊക്കെ വൈറ്റ് ആയിരുന്നില്ല. ഇതൊക്കെ ചവിട്ടിയതാണ്. ഈ ചവിട്ടിയപ്പോൾ ആ വൈറ്റ് മാറി ചെളി വന്നതാണ്. കുറച്ചും കൂടെ ഉള്ളിലോട്ട് പോകുന്നതോടും ആ വൈറ്റ് കണ്ടുകൊണ്ട് വരും.
അങ്ങ് അറ്റം വരെ നമുക്ക് കാണാനേ പറ്റില്ല, ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. കൂടെ ഉള്ളിലോട്ട് പോകുമ്പോൾ നല്ല വൈറ്റ് ആയിരിക്കും, കുറച്ചും കൂടെ ഉള്ളിലോട്ട് പോകുന്നതോറും വൈറ്റ് വന്നുകൊണ്ടേ നടക്കാം. വൈറ്റ് വരെയാണ്, ഫുൾ വൈറ്റ് വന്നു തുടങ്ങി. ഒരു സൺസെറ്റ്, ഒരു സൈഡ് શાસક એવા માનનીય મુખ્યમંત્રી શ્રી ભૂપેન્દ્રભાઈ પટેલ સાહેબને જોરદાર તાળીઓ સાથે આપણે સૌ આમંત્રિત કરીએ માનનીય મુખ્યમંત્રી શ્રીને આ મંચ ઉપર. કચ્છની ഒരു നൈറ്റൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ മുഖ്യമന്ത്രിയൊക്കെ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമായിരുന്നു. ഗുജറാത്ത് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന പ്രധാന ഉത്സവമാണ് റാൻ ഉത്സവം. ഏകദേശം ഡിസംബർ പകുതി ആകുമ്പോഴത്തേക്കാണ് ഈ റാൻ ഉത്സവം ഇവിടെ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഗുജറാത്തിൻ്റെ ഏറ്റവും വലിയൊരു വരുമാന മാർഗം കൂടിയാണ് ഈ റാൻ ഉത്സവം. പല സ്ഥലങ്ങളിൽ നിന്നും ഇത് കാണുവാൻ വേണ്ടി ഇവിടെ ഒരുപാട് പേര് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ടെൻറ്റുകൾ ഈ സമയത്ത് ഇവിടെ ഒരുങ്ങാറുണ്ട്. ഒരു ഫെബ്രുവരി വരെയൊക്കെ ഇത് കാണും. ഈ ഒരു ടൈം ഇവിടെ ഒരുപാട് കച്ചവടക്കാരും മ്യൂസീഷ്യൻസും ഒക്കെ എത്തിച്ചേരാറുണ്ട്. അവരുടെ കഴിവുകളും കൂടെ തെളിയിക്കാനുള്ള ഒരു അവസരമാണ് ഈ റാനോത്സവം എന്ന് പറയുന്നത്. എല്ലാത്തിനും പുറമെ ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ നമുക്കിവിടെ കാണാനാവും. ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു അവസരം കൂടിയാണ് ഈ റാനോത്സവം എന്ന് പറയുന്നത്. എന്തൊക്കെ വാങ്ങിക്കണം നമുക്ക് ഒരു ഐഡിയ പോലും കിട്ടില്ല. അത്രയും സാധനങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ വരുമ്പോൾ മുൻകൂട്ടി ബുക്ക് ചെയ്യണം. നമുക്ക് ഓൺലൈനായിട്ടും അത് ബുക്ക് ചെയ്യാം. അതുപോലെ ID കാർഡും നമ്മൾ കയ്യിൽ കരുതേണ്ടതുണ്ട്. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഈ കച്ച് മേഖല എന്ന് പറയുന്നത്. ഗുജറാത്തിൽ കാണേണ്ട ഒരു പ്ലേസ് തന്നെയാണ് കച്ച് എന്ന് പറയുന്നത്. പകലായാലും രാത്രിയായാലും വേറെ ഏതോ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ട ഒരു ഫീലാണ് നമുക്ക് ഈ കച്ചിൽ വരുമ്പോൾ. നീ ഇത് അങ്ങ് കൊടുത്താൽ एक मसाला डोसा हाँ मसाला डोसा ऑर्डर ही अलग कर दो हाँ दे दो ഇതൊക്കെ സെറ്റ് ഇട്ടിരിക്കുന്നതാണ്. ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തിട്ടിരിക്കുന്നത്. ഒരുപാട് കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ സ്റ്റേയിലോട്ടെത്തി. ഇതാണ് നമ്മുടെ ഡിന്നർ. ഖടി, റൊട്ടി, കിഷ്ടി, ഹൽവ, പക്കോട അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു.
കഴിച്ചോട്ട് പരിപാടി ഉണ്ട്, എനിക്കത് കാണാൻ പോകും. ഇതിൽ ഞാൻ വീഡിയോ എടുക്കാൻ പോകും. അതുകൊണ്ട് എന്നോടൊപ്പം ചുമ്മാ ആയിരിക്കുന്നു. ഇവിടെയും പാട്ടും ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പാട്ടിലൊക്കെ കോമഡിയാണ്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് എൻജോയ് ചെയ്യാം. ഞാൻ പാട്ടുണ്ടെന്ന് പോകും. ഇങ്ങനെയല്ല ഞാൻ പോയി മര്യാദയ്ക്ക് അവർക്ക് അവരെ പാട്ട് പാടിക്കൂടി. അവളെ എന്തായാലും കൊള്ളായിരുന്നു. നല്ല തണുപ്പുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ തീയൊക്കെ ഇട്ട് നല്ലൊരു സ്റ്റേ. അതായിരുന്നു കുത്തി ക്രാഫ്റ്റ് വില്ലേജ്. കണ്ണെത്താ ദൂരത്തോളം കിടക്കുന്ന ഉപ്പ് പരലുകളുടെ നാട്. സൺറൈസും സൺസെറ്റും ഉണ്ടാക്കുന്ന നിറവ്യത്യാസം ഒഴിച്ചാൽ ഈ വെളുത്ത മരുഭൂമിയിൽ ഒന്നും തന്നെ കാണുവാനില്ല. എന്നാലും ഒരു അത്ഭുതമാണ് ഇവിടെ. ഗുജറാത്തിൽ എന്നെ ആകർഷിച്ച ഒരിടം, അതാണ് കച്ച്. ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ എനിക്ക് മറ്റുള്ളവരോട് പറയാൻ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കച്ച് नहीं देखा तो कुछ नहीं देखा यार, जरूर देखना.